ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ജാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി പിസ്സ റെസിപ്പിയുമായാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനു വേണ്ടി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ ഷുഗറും കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ കലക്കി 10 മിനിറ്റ് നേരം അടച്ചു വെക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈസ്റ്റ് ആക്റ്റീവായി വന്നിട്ടുണ്ട്. കണ്ടോ, പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്നര ഗ്ലാസ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പാൽപ്പം മൈദ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ഞാൻ ഇളം ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇളം പാലായാലും നല്ലതാണ്. ഇളം ചൂട് പാലായാലും നല്ലതാണ്. ഡോ തയ്യാറായി വന്നിട്ടുണ്ട്. കുറച്ച് ഒലീവ് ഓയിൽ തടവി കൊടുത്ത് ഏകദേശം 2 മണിക്കൂർ നേരം അടച്ചു വെക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് പിസ്സ സോസ് തയ്യാറാക്കാം. അതിനു വേണ്ടി 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ വരുന്നത് നമ്മൾക്ക് സ്കിന്ന് നീക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയാണ്. ഇത് ഞാൻ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ആകുന്നുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അതവിടെ തണുക്കട്ടെ. ചിക്കൻ ഫ്രൈ ചെയ്യാം. അതിനു വേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ മൈദ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 മുറി ചെറുനാരങ്ങ ഇതിലോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. തക്കാളി തണുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ തൊലി ഇതുപോലെ റിമൂവ് ചെയ്യാം. പെട്ടെന്ന് ഇളകി വരുന്നുണ്ട്. 2 തക്കാളിയുടെയും സ്കിന്ന് റിമൂവ് ചെയ്യാം. ഒരു ജാർ എടുത്ത് അതിലേക്ക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച്
1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 സ്പൂണ് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അരച്ചു വെച്ച തക്കാളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 സ്പൂൺ അത്ര. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നല്ല കളറിന് വേണ്ടി അത് നല്ലതാണ്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഇത് പിസയ്ക്ക് നല്ലൊരു ഫ്ലേവർ തരും. രണ്ട് സ്പൂൺ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. പുരട്ടി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കൂടുതൽ ഫ്രൈ ആവരുത്. എൻ്റെ ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. എണ്ണയില്ലാതെ നമുക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ പിസ്സ ഡോ റെഡി ആയിട്ടുണ്ട്. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഞാനിവിടെ ഒരു പിസ്സ ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒലീവ് ഓയിൽ തടവി കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായി തടവി കൊടുക്കാം. ഇനി ഇതുപോലെ പരത്തി കൊടുക്കാം. ഞാനിവിടെ ഇത്തിരി കട്ടിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കട്ടി ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടി കുറച്ച് ചെയ്യാം. ഇനി ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കാം.
പിസ്സ സോസ് തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായി തേക്കാം. ചീസ് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഞാൻ ഗ്രീൻ ക്യാപ്സിക്കാണ് എടുത്തത്. നിങ്ങൾക്ക് റെഡും ഗ്രീനും രണ്ടും മിക്സ് ആക്കിയിട്ടൊക്കെ എടുക്കാം. ഒലീവ് ഓയിൽ വെച്ച് കൊടുക്കാം. വെജിറ്റബിളൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റം വരുത്താം. ഉള്ളി വേണമെങ്കിൽ, വലിയ ഉള്ളി വേണമെങ്കിൽ അരിഞ്ഞിടാം. അവരവരെ ഇഷ്ടത്തിന് ഇടാം. ചിക്കൻ ഫ്രൈ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം. അതിൻ്റെ മേലെ വീണ്ടും ചീസ് ചേർത്ത് കൊടുക്കാം. ചീസും കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഞാനിവിടെ അത്യാവശ്യത്തിന് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. സൈഡിലൊക്കെ ഒലീവ് ഓയിൽ ഇതുപോലെ തടവി കൊടുക്കാം. ഇതിൻ്റെ മേലെ കൂടി കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓയിൽ. കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കാം. ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. ട്വൻറ്റി മിനിറ്റ് നമുക്ക് ബേക്കിംഗ് ആവശ്യമുണ്ട്. അത് വെച്ച് കൊടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിസ്സ റെഡിയായാന്ന് നോക്കാം. പിസ്സ റെഡിയായി വന്നിട്ടുണ്ട്. പിസ്സ ഹട്ടിനും വാങ്ങുന്ന അതേ പിസ്സയുടെ അതേ മണമാണ്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. വാവ്, പിസ്സ നല്ല സോഫ്റ്റായി നന്നായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. നെക്സ്റ്റ് ഞാൻ കുട്ടികൾക്ക് വേണ്ടി കുട്ടി പിസ്സ ഉണ്ടാക്കുകയാണ്. അതിനു വേണ്ടി ഞാൻ ബർഗർ ബണ്ണാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പിസ്സ സോസ് തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കാം. ചീസ് ഇട്ട് കൊടുക്കാം. ഇതിനു വേണ്ടി ഞാൻ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ വെച്ച് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇതുപോലെ വെക്കാം. മേലെ ചീസ് ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഒലിവ് ഓയിൽ തടവി കൊടുക്കാം. നമ്മുടെ അടുത്ത ബണ്ണും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിലും അതുപോലെ ചേർത്ത് ഇതിലേക്ക് ഞാൻ ഉള്ളി ചേർക്കുന്നുണ്ട്. ഉള്ളി അരിഞ്ഞ് ചേർക്കുന്നത് കുട്ടികളുടെ ഇഷ്ടാനുസരണം
നമ്മൾക്ക് വെജിറ്റബിൾ, ഉള്ളി അതൊക്കെ അവരുടെ ഇഷ്ടാനുസരണം നമ്മൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. 3 വണ്ണം ഇതുപോലെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ സൂക്ഷിക്കാനുള്ളത് ഗ്യാസിൻ്റെ തീയാണ്. ഏറ്റവും കുറഞ്ഞ് ചെറിയ തീയിൽ വെക്കുക, ലോ ഫ്ലെയിം. അടച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ചേർക്കുന്നത് കൊണ്ട് നല്ല പിസയുടെ അതേ മണം കിട്ടുന്നുണ്ട്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ബണ്ണ് കൊണ്ടുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ടിഫിനൊക്കെ കൊടുക്കാൻ നല്ല ഉപകാരപ്പെടും. Thank you for watching. Please like, share and subscribe. Thank you.